ഓരോ ഏജിലും കുഞ്ഞിന്റെ ബുദ്ധി വികാസത്തിനും അവരുടെ ഹാൻഡ് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ഭാഷാ വികാസത്തിനും അനുയോജ്യമായ രീതിയിലുള്ള ടോയ്സസ് എങ്ങനെ സെലക്ട് ചെയ്യാം. ഒരു വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പുഷ് ആൻഡ് പുൾ ടോയ്സ്. അത് നടക്കാൻ ബാലൻസ്ഡ് ആവുന്ന കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ലൈറ്റിംഗ് ടോയ്സസ്, അത് അവരുടെ വിഷ്വൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 1.5 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾക്ക് പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് കിട്ടും. ഈ സമയത്ത് അവരുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ആപ്പിള്, കപ്പ് പോലുള്ള ഒബ്ജക്ട്സിന്റെ വലിയ കാർഡ്സ് അല്ലെങ്കിൽ ബോർഡ് ബുക്സ് ഒക്കെ കൊടുക്കുന്നത് അവർ ആ പിക്ചേഴ്സ് ലേബിൾ ചെയ്യാൻ തുടങ്ങും. 2.5 വയസ്സ് കഴിയുമ്പോൾ കുട്ടിക്ക് ഇമാജിനേറ്റീവ് ആയിട്ട് അതുപോലെ മുതിർന്നവരെ പോലെ റോൾ പ്ലേ ചെയ്ത് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ സമയത്ത് അവർക്ക് കിച്ചൺ സെറ്റ്, ഡോക്ടർ സെറ്റ് പോലുള്ള ഇമാജിനേറ്റീവ് ആയിട്ട് ഇമിറ്റേറ്റീവ് ആയിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കുന്ന ടോയ്സസ് വാങ്ങിക്കൊടുക്കാം. 2.5 വയസ്സ് കഴിഞ്ഞ് 3 വയസ്സിലേക്ക് കടക്കുന്ന കുട്ടിക്ക് ക്രയോൺസ് കൊടുക്കാം. അവർ 3 വിരലുകൊണ്ട് ക്രയോൺസ് പിടിക്കാനും കളർ ചെയ്യാനും തുടങ്ങും. അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടോയ്സസും കൊടുക്കാം. ചെറിയ ചെറിയ ബ്ലോക്സ് ഉപയോഗിച്ച് സിമ്പിൾ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യും. 3 വയസ്സാകുമ്പോൾ കൺസ്ട്രക്റ്റീവ് ടോയ്സസ് മാറ്റി പസിൽസ് ഒക്കെ കൊടുക്കാം. ഇതുപോലെ ഓരോ വയസ്സിലും കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ടോയ്സസ് കൊടുക്കാൻ ശ്രദ്ധിക്കും.